വൃത്തിയാക്കിയെടുക്കാനേ ഇത്തിരി മെനക്കേടാണെങ്കിലും കല്ലുമ്മക്കായ് ഫ്രൈ ആക്കി കഴിക്കുക അടിപൊളി ടേസ്റ്റാണ്. ചോറിന് വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ കൂടുതൽ ഞാൻ കഴിച്ചത് കണ്ണൂരിൽ നിന്നാണ്. പാലക്കാട് കിട്ടുമോ ഇല്ലയോ ചോദിച്ചാൽ അറിയില്ല കേട്ടോ. പിന്നെ നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഇത് വേസ്റ്റൊക്കെ കളഞ്ഞിട്ടില്ലെങ്കിൽ വയറുവേദന ഛർദിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 2-3 വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ കല്ലുമ്മക്കായാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, 5 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ നരച്ചെടുത്തിട്ട് ഒന്ന് അരമണിക്കൂർ ഒന്ന് അത് ഇളക്കി അവിടെ മാറ്റി വെക്കുക കേട്ടോ. ഉപ്പ് എരിവൊക്കെ പിടിക്കാം. പിന്നെ നമുക്ക് ഒരു 4 ഉള്ളി എടുക്കുക, വലിയ ഉള്ളി. പിന്നെ ചീഞ്ചട്ടിയിൽ അത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഉള്ളി വേറെ പാത്രത്തിൽ മാറ്റി അതിൻ്റെ അതേ എണ്ണയിൽ തന്നെ കല്ലുമ്മക്കായ് ഇട്ട് കൊടുക്കുക. എനിക്ക് മീൻ പൊരിച്ചെടുക്കുന്ന പോലെ നല്ല മുറുക്കിയെടുക്കണം കേട്ടോ 2 ഭാഗം. പിന്നെ വഴറ്റി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ 1-2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലപോലെ വഴറ്റി നല്ലൊരു സ്മെല്ല് വരുന്ന സമയം ഗരം മസാലപ്പൊടി 1 ടീസ്പൂണ്, പിന്നെ കുരുമുളക് എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ വറുത്ത് പൊടിച്ച ചെറുജീരകം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ കരിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി ഫ്രൈ ആക്കിയ ശേഷം നമ്മളെ സ്വന്തം കണ്ണൂരത്തെ കല്ലുമ്മക്കായ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കേ.